1980കളിലും 90കളിലും നമ്മൾ കണ്ട മോഹൻലാലിനെ വീണ്ടും തിരിച്ചു തരികയാണ് ഈ 2025-ൽ തുടരുമെന്ന സിനിമയിലൂടെ. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ ഇന്ന് മീഡിയ മലയാളം പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന പ്രശസ്ത സംവിധായകനായ ജോസ് തോമസ് ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഒരുപാട് സിനിമകൾ, 20-ലധികം സിനിമകളാണ് പല മേഖലകളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ സതയം, അതുപോലെ തന്നെ സുന്ദരപുരുഷൻ, മാട്ടുപ്പെട്ടി മച്ചാൻ. അപ്പം കാറ്റഗറി മാറി മാറി സിനിമ എടുത്ത ജോസ് തോമസിന് ഈ സിനിമയെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റും. സ്വാഗതം സാർ. സാർ, ഞാനിപ്പോൾ തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ കാണുന്നു? ഈ തുടരുമെന്ന സിനിമ കണ്ടയാളാണ് ഞാൻ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്, കിരീടം പോലെ അല്ലെങ്കിൽ ഭരതം പോലെ ആ കാലഘട്ടത്തിലെ മോഹൻലാലിനെ അതേപോലെ പ്രേക്ഷകർക്ക് തിരിച്ചു കിട്ടിയിരിക്കും. ഇത് ചിലപ്പോൾ പഴയ ഒരു സംവിധായകനായിരുന്നു ഈ സിനിമ ചെയ്തെങ്കിൽ, ചിലപ്പോൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികൾ പറഞ്ഞേനെ അതൊരു പഴയ ജോണർ സിനിമയാണ്. തരുൺ മൂർത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ട് അത് പറയുന്നില്ല, ക്ലാസിക് സിനിമ എന്ന് തന്നെ പറയുന്നു. ഈ ഒരു വ്യത്യാസം അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. സിനിമയ്ക്ക് ന്യൂജൻ ഓൾഡ് ജൻ എന്ന് പറയുന്നൊരു വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത് പത്മരാജനോ ഭരതനോ ചെയ്ത അതിനപ്പുറത്തേക്ക് ഒരു ന്യൂജനും ഈ കാലഘട്ടത്തിലൊന്നും ആരും ചെയ്തിട്ടില്ല. അന്ന് പത്മരാജനൊക്കെ പെരുവഴിയമ്പലം ചെയ്യുന്നു, ഭരതൻ തകര ചെയ്യുന്നു പത്മരാജൻ്റെ സ്ക്രിപ്റ്റിൽ. അത് ഏറ്റവും വലിയ ന്യൂജനല്ലേ. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നവംബറിൻ്റെ നഷ്ടം എന്ന് പറയുന്ന സിനിമ, കള്ളൻ പവിത്രൻ എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ കണ്ടിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു ലഹരി തലയിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ 7 അയൽപക്കത്ത് നിൽക്കാൻ കഴിയുന്ന സിനിമ ഈ പുതിയ ന്യൂജൻ എന്ന് പറയുന്നവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് നിസ്സംശയം പറയാം, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. പിന്നെ ഈ മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ സ്നേഹം, കുടുംബ ബന്ധങ്ങൾ, ഇതൊന്നുമില്ലാതെ മലയാളിക്ക് ജീവിതമുണ്ടോ? ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ കുടുംബം വേണ്ട, ബന്ധങ്ങൾ വേണ്ട, മച്ചമ്പി വിളി മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മലയാള സിനിമ മാറിയില്ലേ? അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണെന്ന് ജനം പറയും. ഞാൻ പറയുന്നത് കാലഘട്ടത്തിൻ്റെ മാറ്റമല്ല, മനുഷ്യ മനസ്സിൻ്റെ മാറ്റമാണ്. സെൽഫിഷായി മാറിയ മനുഷ്യരുടെ മാറ്റമാണ്. ഈ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട്, അതിലൊരു സ്നേഹബന്ധത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്നുണ്ട്. ഒരു അച്ഛൻ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അത് സ്നേഹത്തോടെയാണ്. അത് കടമ തീർക്കലല്ല, സ്നേഹമാണ് തീർക്കുന്നത്. ആ മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കും. ആ കാലഘട്ടം വ്യത്യസ്തപ്പെട്ട് മാതാപിതാക്കളില്ലാത്ത സിനിമ, കുടുംബങ്ങളില്ലാത്ത സിനിമ, എവിടെയെങ്കിലും തെരുവോരങ്ങളിൽ കണ്ടുമുട്ടുന്ന സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് മാത്രമല്ല സിനിമ, ഞാൻ പറഞ്ഞ എല്ലാ ജോണറിലുള്ള സിനിമകളും പറഞ്ഞു. തുടരുമെന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാൻ കണ്ട ഏറ്റവും വലിയ മഹത്വം, അതിൽ കുടുംബ ബന്ധങ്ങളുണ്ട്, മക്കളോടുള്ള സ്നേഹമുണ്ട്. ആ മകന് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിൽ വേദനിക്കുന്ന അച്ഛൻ, ആ അച്ഛൻ്റെ ഒരു പ്രതികാരം, എപ്പോഴും ഈ വേദനയിൽ നിന്ന് പ്രതികാരം ഉണ്ടാകും. ആ പ്രതികാരം കൃത്യമായി മോഹൻലാൽ ആവിഷ്കരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് പോലീസ് കഥകൾ കണ്ടിട്ടുണ്ട്. ക്രിമിനലുകളായ പോലീസുകാരെ നമുക്കറിയാം. നിത്യജീവിതത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പല കേസുകളിലും FIR എഴുതുമ്പോൾ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി എഴുതുക, കുറ്റപത്രം കൊടുക്കുമ്പോൾ കൃത്യമായി എഴുതാതിരിക്കുക, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരൊക്കെ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി പോലീസ് സ്റ്റേഷനിലൊക്കെ നിരപരാധികളെ ആക്രമിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയിലുണ്ട്. ക്രിമിനൽ പോലീസ്, അവർക്ക് അവരുടെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏത് നിരപരാധികളെയും ശിക്ഷിക്കും. അവർ കുറ്റക്കാരായിട്ട് അതിന് എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും കുറ്റക്കാരാക്കാൻ. അവരോട് പ്രതികാരം ചെയ്യുമ്പോൾ ജനത്തിനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അറിയാം, അവൻ അടി കൊള്ളേണ്ടവനാണ് അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഈ സംവിധായകൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിരിക്കും. ആ നായകൻ അവരെയോട് ഏറ്റുമുട്ടുമ്പോൾ ജനം കൈയടിക്കുകയാണ് തീർ. എന്തിന് ഞാൻ പറഞ്ഞില്ലേ, ചില ഇമോഷണൽ സീക്വൻസിൽ പോലും ജനം കൈയടിച്ച് പോകുന്നുണ്ട്. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ ഹുക്ക് ചെയ്യുന്ന, ഒരു പ്രേക്ഷകനെ ഹുക്ക് ചെയ്യുന്ന ഒരുപാട് എലമെൻസ് ഉണ്ട്, പല ലെയറുകളുണ്ട്. അതിൽ ആക്ഷൻ വേണ്ടവർക്ക് ആക്ഷനുണ്ട്, കുടുംബം വേണ്ടവർക്ക് കുടുംബമുണ്ട്, കോമഡി വേണ്ടവർക്ക് കോമഡി ഉണ്ട്.
അത്യാവശ്യം മോഹൻലാലിൻ്റെ കോമഡി എന്ന് പറയുന്ന കോമഡി സിനിമകളൊക്കെ ഓർമ്മയുണ്ട്. അതെ അതെ. ഇപ്പം ടി.പി. ബാലഗോപാലൻ എം.എ. ടി.പി. ബാലഗോപാലൻ എം.എ. ശോഭനയായിട്ട് തന്നെയുള്ള കോമ്പിനേഷൻ. അതെ. വെള്ളാനകളുടെ നാട് അല്ലെങ്കിൽ ചിത്രം തുടങ്ങി ഇതിലൊക്കെ ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങൾ ഉണ്ടാവും. എന്നാൽ ആ കഥാപാത്രം നല്ല ഹ്യൂമറിലൂടെയാണ് പോകുന്നത്. അതെ. അതേ ഒരു ഹ്യൂമറിലേക്ക് എത്താൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുണ്ട്. പല സിനിമകളിലും മോഹൻലാൽ നേരത്തെ ഈ അടുത്ത കാലത്ത് വന്ന് ഒരു 8 വർഷത്തിനപ്പുറം വന്ന സിനിമകളിൽ മോഹൻലാൽ ഹ്യൂമർ ചെയ്തിട്ട് പരാജയപ്പെടുന്നുവെന്ന് പല നിരൂപകരും പറഞ്ഞിട്ടുണ്ട്. അത് പ്രായം കൂടിയത് കൊണ്ടാണ്. ആ ചെറുപ്പത്തിൻ്റെ ഇത് മാറി 10-65 വയസ്സായല്ലോ. അതിലേക്ക് വരുമ്പോൾ ആ ഹ്യൂമർ ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല, അതിൻ്റെ ടൈമിങ് കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇന്നസെൻ്റ് 70 വയസ്സിലും ഹ്യൂമർ ചെയ്യില്ലായിരുന്നു. അപ്പം അഭിനയം അതുകൊണ്ടല്ല, കിട്ടിയ കഥാപാത്രങ്ങൾ ശരിയായിരുന്നില്ല, കിട്ടിയ തിരക്കഥ നന്നായിരുന്നില്ല, അതുകൊണ്ടാണ് ലാലിനും ചെയ്യാൻ പറ്റാതെ വന്നത്. എന്നാൽ കൃത്യമായി ഇതിൽ ആ പഴയ മോഹൻലാലിൻ്റെ ഹ്യൂമർ കിട്ടിയിട്ടുണ്ട്. അല്ല, പഴയ മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, പഴയ കാലത്തെ സിനിമയിലായിക്കോട്ടെ, ഈ മെയിൻ കഥാപാത്രത്തിനൊപ്പം നിൽക്കുന്ന സഹകഥാപാത്രങ്ങൾ അവരുടെ ടൈമിംഗ് കൂടെ ചേരുമ്പോഴേ ഹ്യൂമർ സക്സസ് ആകുന്നത്. അതാണ്. ഇപ്പോൾ എവിടെ അത്രയും കഥാപാത്രങ്ങൾ ഇല്ല. അങ്ങനെയുള്ളവരെല്ലാം നമ്മളെ വിട്ടുപോയിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇപ്പോൾ പറവൂർ ഭരതൻ എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് പുതിയ തലമുറയിൽ എത്ര പേർക്ക് എനിക്ക് അറിയില്ല. കാവടി ഒന്ന് കണ്ടാൽ മതിയല്ലോ അല്ലേ? അതേ പറയും. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് ഒരു നടനെ പരതിയാൽ കിട്ടില്ല. CI പോൾ നമ്മൾ ഒരുപാട് ക്രൂരനായ അല്ലേ? അതെ, അല്ല ഞാൻ പറഞ്ഞു വില്ലനല്ല, അതിനുശേഷം ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അദ്ദേഹം ഒന്നും ഒരു സെലിബ്രിറ്റി ആയിട്ട് ആഘോഷിക്കപ്പെട്ട ആളല്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പറഞ്ഞത്. ഇപ്പോൾ കൊച്ചിങ്ങനെ ചെയ്തത് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇന്ന് ആരാ ഉള്ളത്? അതും ഈ മോഹൻലാലിൻ്റെ കൂടെ നിൽക്കണം. ജഗതി ശ്രീകുമാറും മോഹൻലാലും കൂടി ചെയ്തപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിച്ചത്. അതെ. ആ അത്ഭുതം സംഭവിക്കാൻ ഇന്ന് ജഗതി ശ്രീകുമാറില്ല, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാവുന്ന ആർട്ടിസ്റ്റുകളില്ല. അപ്പോൾ ഒരു താരത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സംവിധായകരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സംവിധായകരെ ഞാൻ കുറ്റം പറയുന്ന ഇവിടുന്നാണ്. അതേപോലുള്ള തിരക്കഥകളൊന്ന് കണ്ടെത്തി നോക്കുക, അതേപോലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുക. ഇപ്പോൾ തരുൺമൂർത്തി തുടരുമെന്ന സിനിമയിൽ അതിനാപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തിക്കൊണ്ടു. മണിയമ്പിള്ള രാജു മോഹൻലാലിൻ്റെ സുഹൃത്തായിട്ട് അഭിനയിക്കും. ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 1-2 സീനിലേക്ക് വന്നു പോകുന്ന, ഒരു ഷോട്ടിൽ വന്നു പോകുന്ന ചിലരുണ്ട്. പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന പഴയ ഒരു സംവിധായകൻ. ആ സിനിമയിൽ തുടക്കത്തിൽ ശബരിമലയ്ക്ക് പോകാനായിട്ട് മോഹൻലാലിൻ്റെ വണ്ടിയിൽ എന്ത് രസകരമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഒരു പതിഞ്ഞ ശബ്ദമാണ്, രസകരമായി ചെയ്തിരിക്കുന്നു. ഒരു ഷോട്ടിൽ അഭിനയിച്ച ജയപൊള്ളാശ്ശേരി എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു ഷോട്ടിലാണെങ്കിൽ പോലും വരുന്ന കഥാപാത്രങ്ങളെ അതിന് പ്രത്യേകമായി അവരെ കണ്ടെത്തി അത് ഇന്നയാൾ ചെയ്താലേ ശരിയാകൂ എന്ന് പറയുന്ന തരുൺമൂർത്തി നമ്മൾ സല്യൂട്ട് ചെയ്തേ മതിയോ. അപ്പം ഈ കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്തത് സംവിധായകൻ്റെ കലയാണ്. ഈ തരുൺമൂർത്തിയുടെ 1-2 സിനിമകളാണ് മുമ്പ് ഇറങ്ങിയിട്ടുള്ളത്. ആ സിനിമകളിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ അളക്കാൻ പറ്റുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ കണ്ടിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടിറങ്ങിയ ഉടനെ അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്ത് വിളിച്ച ആളാണ്. കാരണം ഒരു പുതുമുഖ നടനായ ലുക്മാൻ അവറാനും ബാലു വർഗീസുമാണ് അതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. എന്നാൽ അവരെ എത്ര മനോഹരമായി അഭിനയിപ്പിച്ചിരിക്കുന്നു ആ പടത്തിൽ. അങ്ങനെയാണ് ആ പടത്തിന് ശേഷമാണ് ലുക്മാൻ അവറാൻ പല സിനിമകളിലേക്കും വന്നത്, നായകനായിട്ട് വരെ വന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സൗദി വെള്ളക്കയിൽ ആ ഒരു പുതുമുഖ നടിയാണ് അമ്മൂമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത്. 10-70 വയസ്സുള്ള ഒരു സ്ത്രീ. അവർക്ക് അവാർഡ് വരെ കിട്ടി. അപ്പോൾ അവരെ അങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ ആ സംവിധായകന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ് ആയൊരു നടനെ, ഇപ്പം മോഹൻലാലിനെ മോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സീൻ പറയുമ്പോൾ, ഒരു കഥാപാത്രം പറയുമ്പോൾ, അങ്ങനെയുള്ള കഥ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും, എനിക്കിത് പറ്റും. അപ്പോൾ തന്നെ അദ്ദേഹം മനസ്സിൽ കുറിച്ചുണ്ടാകും അത് ചെയ്യേണ്ട ഒരു രീതി. എന്നാൽ പുതിയ ഒരാളെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ല. അവർക്കൊന്നും അറിയില്ല, ഈ കഥാപാത്രം ഞാൻ എങ്ങനെ ചെയ്താൽ ശരിയാവും എന്നറിയില്ല. അപ്പോൾ അവരെ കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യിച്ചിട്ട് ഈ ഒരു പാറ്റേൺ പിടിച്ചോളൂ. ഇതിനൊരു കണ്ടിന്യൂറ്റി വേണമല്ലോ, തുടർച്ച വേണ്ടേ. അപ്പം ചിലപ്പോൾ 60ാമത്തെ സീൻ ഫസ്റ്റ് ഡേ എടുക്കും, 1ാമത്തെ സീൻ എടുക്കുന്നത് 45ാം ദിവസമായിരിക്കും. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ തുടർച്ച, കഥാപാത്രത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അയാളുടെ മാനർസം, അയാളുടെ ഡയലോഗ് റെൻഡറിങ് രീതി, ഇതൊക്കെ അവർ ഉൾക്കൊള്ളണം. അത് ഈ സംവിധായകൻ മോണിറ്റർ ചെയ്യണം. അപ്പോൾ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ അഭിനന്ദിക്കുന്നത്
അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ പല സിനിമകളിലും പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തെ അവരിലേക്ക് സന്നിവേശിപ്പിച്ച് അവരെ അതാക്കി മാറ്റിയ ആ മിടുക്കുണ്ട്. അപ്പോൾ അത് ആ സംവിധായകന് മാത്രം അവകാശപ്പെട്ടതാണ്. മോഹൻലാൽ അഭിനയിച്ചത് സംവിധായകൻ്റെ മികവൊന്നല്ല, അത് മോഹൻലാൽ ആ കഥാപാത്രം ചെയ്യേണ്ടത് മോഹൻലാലിന് അറിയാം. 45 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ പുതുമുഖങ്ങളെ കൊണ്ടുവന്നപ്പോൾ, പ്രത്യേകിച്ചും പുതിയ പിള്ളേർ അവരെ അഭിനയിപ്പിച്ചെടുത്തിരിക്കുന്ന രീതി, അത് കാണുമ്പോൾ അതാണ് സംവിധാനം, എന്താണ് സംവിധായകൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ശോഭനയും മോഹൻലാലുള്ള കോമ്പിനേഷൻ പണ്ട് കാലത്ത് നമ്മൾ വന്നു, ആ കോമ്പിനേഷൻ വീണ്ടും തിയേറ്ററിലേക്ക് വരുമ്പോൾ പ്രേക്ഷകർ എങ്ങനെയുള്ളവരായിരിക്കും? പഴയ പ്രേക്ഷകർക്കാണോ പുതിയ പ്രേക്ഷകർക്കാണോ ഇവരെ കാണാൻ താല്പര്യം? അവിടെയാണ് ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ. ഇന്നലെ, അതായത് റിലീസ് ചെയ്ത ദിവസം മാറ്റിനി ഷോയ്ക്ക് ഞാൻ പോകുമ്പോൾ 45 വയസ്സിന് മുകളിലേക്കുള്ളവരാണ് ആ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. കാരണം അവരുടെ മനസ്സിൽ 17 വർഷം മുമ്പാണ് മോഹൻലാലും ശോഭനയും ഒന്നിച്ച് അഭിനയിച്ചത്. അവരുടെ മനസ്സിൽ ആ കോമ്പിനേഷൻ കിടക്കുകയാണ്. ആ മോഹൻലാലും ശോഭനയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ട്. അതെ, അത് വർക്കൗട്ടായ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു. അപ്പോൾ ആ ജോഡിയെ കാണാൻ വേണ്ടി ആ പഴയ ആൾക്കാർ ഇടിച്ചു കയറും. അതൊക്കെ തരുൺമൂർത്തിയുടെ ഒരു ബുദ്ധിയാണ് കേട്ടോ, സംവിധായകൻ്റെ ഒരു ബുദ്ധിയാണ്. അയാളത് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു ജോഡി വന്നാൽ ആ പഴയ സിനിമാ സ്നേഹികൾ, സിനിമാ പ്രേമികൾ അവർ തിയേറ്ററിലേക്ക് വരുമെന്ന് പറയുന്നത് അതും സംവിധായകൻ്റെ മിടുക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം വെസ്റ്റേൺ സിനിമകളിലൊക്കെ ഇപ്പോൾ മലയാള സിനിമയിൽ വരെ കാസ്റ്റിംഗ് ഡയറക്ടർമാരുണ്ട്. അതായത് ഈ തിരക്കഥ വായിച്ചിട്ട് ഇന്നയാൾ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നാവും. പക്ഷേ തരുൺമൂർത്തി ഞങ്ങളുടെ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാൻ തന്നെയാണ്. കാരണം ആ തിരക്കഥ എഴുതി കഴിയുമ്പോൾ, വായിച്ചു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ആ കഥാപാത്രം എന്നതായിരിക്കണം. അപ്പോൾ ഞാൻ തേടിപ്പോവുകയാണ്. അതിനുവേണ്ടി ചിലപ്പോൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യും, ചിലപ്പോൾ ദിവസങ്ങൾ യാത്ര ചെയ്യും. കണ്ടെത്തി കഴിയുമ്പോൾ ആ ഒരാളെ കാണുമ്പോൾ ഇയാളെ കഥാപാത്രത്തിന് അനുയോജ്യനാണ്, ഇനി അഭിനയിപ്പിക്കാൻ പറ്റുമോ, കഴിവുണ്ടോ? തരുൺമൂർത്തി പറയുന്നത് ഒരു ചെറിയ കഴിവുണ്ടെങ്കിൽ പോലും ഞാൻ അതിലേക്ക് കൊണ്ടുവരുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ മോൾഡിംഗ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ യുവതലമുറയിൽ ഒരുപാട് സംവിധായകർ പുതിയ വരുന്നുണ്ട്. അവർ ആവേശത്തോടെ ഇങ്ങ് വരികയാണ്, നമുക്കിത് വളരെ ഈസിയാണെന്നുള്ളത്. ഞാനൊരു തമാശയല്ല, സംഭവിച്ച കാര്യം കൂടി പറയാം. ഒരു സംവിധായകനെ സിനിമ ഏൽപ്പിക്കും. ആദ്യ ദിവസം തന്നെ ഈ സംവിധായകൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ക്യാമറമാനോട് ആലോചിക്കുന്നു, അവിടെ എഡിറ്ററുണ്ട്, അവരോടൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. അപ്പം സിനിമയുടെ സാങ്കേതിക വിദ്യ അറിയണം, ഒപ്പം തിരക്കഥ അറിയണം, കഥ അറിയണം, ജനങ്ങളുടെ പൾസ് അറിയണം. മാസ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ, ജനങ്ങൾ ഇതെങ്ങനെ ഏറ്റെടുക്കും, ഇതെല്ലാം അറിയുന്ന ഒരാൾക്ക് സംവിധായകനാകാൻ പറ്റും. എന്നിട്ടും പല സംവിധായകരുടെയും ചില സിനിമകൾ പരാജയപ്പെടുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. അവിടെ ഞാൻ പറയുന്നു, ചിലപ്പോൾ പാളിച്ചകൾ സംഭവിക്കാം. എന്നാൽ നിരന്തരമായി പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഈ പണിക്ക് പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. എന്തായാലും തുടരുമെന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് പറയാം. പഴയ ലാലേട്ടനെയും പഴയ ശോഭനയും തിരിച്ചു കിട്ടി, പഴയ സിനിമാ സൗന്ദര്യം തിരിച്ചു കിട്ടി, പഴയ സിനിമാ പ്രേക്ഷകരെ തിരിച്ചു കിട്ടി എന്നാണ് ഞാൻ പറയുക. എന്തായാലും ഈ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ വിശാലമായ ഒരു ചർച്ച തന്നെയാണ് ജോസ് തോമസ് സാറുമായിട്ട് ഇവിടെ നടത്തിയത്. എന്തായാലും വളരെ നന്ദി സാർ. താങ്ക് യു.